നമുക്കൊപ്പം സുരേഷ് വെള്ളിമുറ്റം കൂടി ചേരുകയാണ് ദുബായിൽ നിന്നും. സുരേഷ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ബഹ്റൈനിൽ ജനവാസ മേഖലയിൽ ആക്രമണം ഉണ്ടാകുന്നു, കുവൈത്തിൽ 12 പേർക്ക് പരിക്കുപറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ നിലവിലിപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾ കൂടുതൽ അതായത് കടുത്തൊരു പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു നിലപാട് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക കൂടുതൽ ഇടങ്ങളിൽ ഇങ്ങനെ ആക്രമണം കടുപ്പിക്കുമ്പോൾ ഇറാൻ? അക്ഷയ, ഇറാന്റെ ഭാഗത്തു നിന്നുമുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ്. പകൽ സമയത്ത് നമ്മൾ കണ്ടിരുന്നത് പോലെയല്ല വൈകുന്നേരത്തുള്ള ആക്രമണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരങ്ങളിലുമായി നടന്നിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത്. ഏറ്റവും അധികം ഇപ്പോൾ ആക്രമണ റിപ്പോർട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ബഹ്റൈനാണ്. ആ ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. പലയിടങ്ങളിലായിട്ട് ആക്രമണം ഉണ്ടായിട്ടുണ്ട്, നിരവധി കേന്ദ്രങ്ങളിലായിട്ട് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മനാമയില് ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ദുബായിലും വൈകുന്നേരത്തോടുകൂടി ആക്രമണം നടന്നത്. ആക്രമണം എന്ന് പറയുമ്പോൾ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് അതും ജനവാസ കേന്ദ്രത്തിൽ തന്നെയാണ് തീപിടുത്തമുണ്ടായത്. 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഇങ്ങനെ GCC രാജ്യങ്ങളിൽ ഒമാൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും ആക്രമണം ഉച്ചയ്ക്ക് ശേഷവും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് ജനവാസ കേന്ദ്രങ്ങളിൽ, നേരത്തെ അക്ഷയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി ഇറാൻ എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഇനി ഏത് വിധത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തേണ്ടതെന്ന് അറിയാനുള്ള കൂടിയാലോചനകൾ, പ്രാഥമികമായിട്ടുള്ള ആശയവിനിമയങ്ങളൊക്കെ തന്നെ GCC രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്നുണ്ട്. GCC രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിമാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇന്ന് പ്രധാനമായും ഇപ്പോൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം രാത്രിയിലൊക്കെയാണ് ആശയവിനിമയം കൂടുതലായിട്ട് നടക്കുന്നത്. ഏതായാലും നാളെയും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഇന്ന് രാത്രിയും നാളെയുമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വലിയ തിരിച്ചടിയും തീർച്ചയായിട്ടും GCC കേന്ദ്രീകരിച്ച് ഇറാൻ ഉണ്ടാക്കും.